മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ നമുക്കായി സഹിച്ച കഷ്ടപ്പാടുകൾ എത്ര മഹത്വമാണെന്നും അവൻ്റെ പാദമുദ്രയനുസരിച്ച് ജീവിക്കേണ്ടത് നമ്മുടെ വിളിയാണെന്നും ഈ വചനം ശക്തമായി വ്യക്തമാക്കുന്നു. പിതാവായ ദൈവത്തോടുള്ള ക്രിസ്തുവിൻ്റെ അനുസരണവും അവിടുന്ന് സഹിച്ച സഹനങ്ങളും അനുകരിക്കുന്നതാണ്. അവൻ്റെ സഹനങ്ങൾ എന്തെന്ന് ദൈവത്തിൻ്റെ ഇച്ഛയ്ക്ക് കീഴ്വഴങ്ങിയ അനുസരണത്തിൻ്റെയും വിനയത്തിൻ്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണ്. ക്രിസ്തുവിൻ്റെ വിനയവും ദൈവത്തിൻ്റെ അനുസരണത്തിനുള്ള കീഴടങ്ങിയ ജീവിതവും നമ്മെ പ്രചോദിപ്പിക്കണം. നാം കഷ്ടപ്പാടുകളുടെയും വെല്ലുവിളികളെയും അതിജീവിക്കേണ്ടത് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന വഴിയിലൂടെയാണ്. എന്തെന്നാൽ നമുക്കായി കുരിശു ചുമന്നവനാണ് അവൻ. ആയതിനാൽ ക്രിസ്തുവിൻ്റെ ഈ മാതൃക പിന്തുടരുവാൻ നാം ചില മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ സേവിക്കുക, നമ്മോട് അനീതി പ്രവർത്തിച്ചവരോട് ക്ഷമിക്കുക, എല്ലായ്പ്പോഴും നീതി, ധർമ്മം, സത്യങ്ങൾ എന്നിവ പിന്തുടരുക. അതിനാൽ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ: ദൈവമേ, ക്രിസ്തുവിൻ്റെ മാതൃകയെ പിന്തുടരുവാനും അങ്ങനെ അനുസരണവും വിനയവുമുള്ള ജീവിതം നയിക്കുവാനുമായി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.